भारत के संविधान का संशोधन करने वाले विधेयक को संयुक्त समिति को सौंपने की दरखास्त करने When he was the Home Minister of Gujarat, he had been arrested, sir. Whether he took the morality of the point. और जब तक मैं कोर्ट से निर्देश नहीं हुआ, कोई संविधान को मैंने स्वीकार नहीं किया। सदस्य, ये संसद के अंदर आपका तरीका ठीक नहीं है। जो सदस्य के प्रश्न आ गए, सदस्यों पे ना गए। നമസ്കാരം. ഗുരുതര കുറ്റകൃത്യങ്ങളുടെ പേരിൽ 30 ദിവസമെങ്കിലും തടവിൽ കഴിയേണ്ടി വന്നാൽ പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ എന്നിവർക്ക് സ്ഥാനം നഷ്ടമാകുന്ന നിർണായക ഭരണഘടനാ ഭേദഗതി ബില്ലുകളാണ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. അഴിമതിരഹിത സദ്ഭരണം എന്ന ആവരണത്തോടെ കൊണ്ടുവന്ന ഈ ബിൽ പ്രതിപക്ഷത്തെ ഉന്നമിട്ടാണെന്ന ആരോപണം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. ബിൽ കീറിയെറിഞ്ഞുകൊണ്ടായിരുന്നു അമിത്ഷായുടെ ബിൽ അവതരണത്തോട് പ്രതിപക്ഷം ഇന്ന് ലോക്സഭയിൽ പ്രതികരിച്ചത്. സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന BJP ഇതര സർക്കാരുകളെ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കം എന്ന വാദമുയർത്തിയാണ് ബില്ലിനെതിരായ പ്രതിപക്ഷത്തിന്റെ നിലപാട്. വോട്ടുകൊള്ളയും ബീഹാർ വോട്ടർ പട്ടിക വിവാദവും സഭയെ പ്രകമ്പനം കൊള്ളിക്കുമ്പോൾ സർക്കാരിന്റെ പുതിയ നീക്കത്തെയും സംശയത്തോടെ കാണേണ്ടതാണോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. CPIMൽ നിന്ന് ഡോക്ടർ വി ശിവദാസൻ MP, കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ഷമാ മുഹമ്മദ്, BJPയുടെ ശ്രീ എസ് ഡിന്നി, സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉള്ളത്. ഡോക്ടർ വി ശിവദാസൻ, അഴിമതിരഹിത സദ്ഭരണം, പൊതുപ്രവർത്തകരുടെ സംശുദ്ധി, രാജ്യത്തിലെ സുസ്ഥിരമായ ഭരണം, ഇങ്ങനെ ഈ ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിന് ആവശ്യം വേണ്ട ചില മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണത്രേ ഈ ഏതെങ്കിലും 5 or 5-ലധികം വർഷമോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട് 30 ദിവസത്തിന് കൂടുതൽ കാലം ജയിലിൽ കഴിയേണ്ടി വന്ന ഒരു മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ഒക്കെ ആ സ്ഥാനത്ത് പിന്നെ തുടരാൻ അധികാരമില്ല എന്ന് തീർപ്പാക്കുന്ന ഒരു നിയമം കൊണ്ടുവരാനുള്ള ആലോചന ഉണ്ടാകുന്നത്, ആ ബില്ല് അവതരിപ്പിക്കുന്നത്. ഇത് പ്രതിപക്ഷത്തെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഗൂഢനീക്കമാണ് എന്ന് സംശയിക്കുന്നതിന് പിന്നിലുള്ള യുക്തി എന്താണ്? ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ തന്നെ ജനാധിപത്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംവിധാനത്തെ അട്ടിമറിക്കുന്ന നീക്കം BJP തുടരുകയാണ്. അതിൻ്റെ ഭാഗമായി ഇലക്ഷൻ കമ്മീഷനെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി ഒരു നിയമം കൊണ്ടുവന്നു. അതിനകത്ത് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ളവരായിരുന്നു നിയമനാധികാരികൾ. ചീഫ് ജസ്റ്റിസിനെ മാറ്റി BJPയുടെ ഓഫീസിൽ നിന്ന് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കാൻ പറ്റുന്നതിൽ നിയമത്തെ മാറ്റി. നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികളുടെ തലവന്മാരെ നിശ്ചയിക്കുന്ന സമിതികളുടെ ഘടന മാറ്റി. എല്ലാം BJPയുടെ RSSൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങൾ അതിശക്തമായ നിലയിൽ നടത്തുന്നു. ജനാധിപത്യ ഇന്ത്യയിൽ വോട്ട് രേഖപ്പെടുത്താൻ അവകാശമുള്ള ലക്ഷക്കണക്കായ മനുഷ്യരുടെ വോട്ടവകാശം നിഷേധിക്കുന്നു. അവരെ ഇന്ത്യൻ പൗരന്മാരല്ലെന്ന് പറഞ്ഞ് ആട്ടിയോടിക്കുന്നു. ഇന്ത്യൻ പൗരന്മാരല്ലെന്ന് പറഞ്ഞ് ആട്ടിയോടിക്കപ്പെട്ടവർക്ക് വിദേശത്തെ ക്യാമ്പുകളിൽ നിന്ന് തിരിച്ചു വരുന്നതിന് വേണ്ടി അവിടുത്തെ എംബസിയുടെ ഉൾപ്പെടെ സഹായം തേടേണ്ടി വരുന്നു. ഒടുവിൽ അവരുടെ പൗരത്വ രേഖകളൊക്കെ കാണിച്ച് അവരിൽ ചിലർ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന നിലയൊക്കെ ഉണ്ടായി. ഇപ്പോൾ രാജ്യം അപകടകരമായ ഒരു അന്തരീക്ഷത്തിലാണ്. BJP ഇവിടെ നമ്മുടെ രാജ്യത്ത് നിലവിൽ ഈ സർക്കാരിനെതിരെ സംസാരിക്കുന്ന, നിലപാടെടുക്കുന്ന, നയത്തെ വിമർശിക്കുന്ന സംസ്ഥാന സർക്കാരുകളുണ്ട്. ഇന്ത്യ എന്നുള്ളത് സംസ്ഥാനങ്ങളുടെ യൂണിയനാണ്. ഇന്ത്യ എന്നുള്ളത് കേവലം യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കീഴെ കിടക്കുന്ന ശിപായി പണിയെടുക്കുന്ന കുറച്ച് ആൾക്കൂട്ടങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങളല്ല, മറിച്ച് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശാധികാരങ്ങൾ സംസ്ഥാനങ്ങൾക്കുണ്ട്. സംസ്ഥാനങ്ങളാണ് അവയുടെ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നത്, മന്ത്രിസഭയെ തിരഞ്ഞെടുക്കുന്നത്. ആ മന്ത്രിസഭയാണ് അവിടങ്ങളിലെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഭരണഘടനാപരമായി ഒരു ഫെഡറൽ ഘടന കാത്ത് സംരക്ഷിക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന മുഖ്യമന്ത്രിക്ക് തുടരാനും മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാനും ഒക്കെയുള്ള അവകാശം ആ സംസ്ഥാനത്തിലെ ജനങ്ങൾക്കാണ്.
ഇവിടെ എന്താണ് ചെയ്യുന്നത്? പ്രധാനമന്ത്രിയുടെ കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നേതാക്കന്മാരുടെ തടവിലിടുകയും അങ്ങനെ തടവിലിട്ടുകൊണ്ട് സംസ്ഥാന ഭരണത്തെ അട്ടിമറിക്കാം. അല്ല ഡോക്ടർ വി ശിവദാസൻ, താങ്കൾ പറഞ്ഞ അന്യായമായ അറസ്റ്റിലൂടെ ഈ മന്ത്രിമാരെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ തന്നെ തടങ്കലിലാക്കിക്കൊണ്ട് ആ ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾക്ക് വഴിയൊരുക്കും ഇത്തരം തീരുമാനങ്ങൾ എന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ രാജ്യത്ത് തന്നെ മുഖ്യമന്ത്രി ആയിരിക്കെ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യ മുഖ്യമന്ത്രിയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹം മുഖ്യമന്ത്രിയായി തന്നെ തുടർന്നു ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ജയിലിലിരിക്കുമ്പോഴും. പക്ഷേ മറ്റു പലരും അതിന് നേരെ തിരിച്ച് അവർ ആ ഒരു മര്യാദ കാണിച്ചിരുന്നു. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ കാര്യമെടുക്കാം. ഹേമന്ത് സോറൻ അറസ്റ്റിന് മുൻപ് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു. തമിഴ്നാട്ടിൽ സെന്തിൽ ബാലാജിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ ഗവർണർ തീരുമാനിച്ച സംഭവം ഒരു ഘട്ടത്തിൽ വലിയ വിവാദമായത് നമുക്ക് ഓർമ്മയുണ്ട്. ലാലു പ്രസാദ് യാദവിൻ്റെ കാര്യമെടുക്കാം. ഈ കാലിത്തീറ്റ കുംഭകോണ കേസിൽ അവിടെ സി ബി ഐ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച് അതിന് തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹത്തിൻ്റെ രാജി ഉണ്ടാകുന്നു. BS യെഡിയൂരപ്പയുടെ കാര്യത്തിലും അതുപോലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്ന ഘട്ടമുണ്ടായി. ഇന്നിപ്പോൾ അമിത്ഷാ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ പദവിയിൽ തുടരാൻ അർഹനാകുന്നത് എന്ന് KC വേണുഗോപാൽ സഭയിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തനിക്കെതിരെ ആരോപണം ഉണ്ടായപ്പോൾ ആ പദവികളൊക്കെ വേണ്ട എന്ന് വെക്കുകയും പിന്നീട് കുറ്റാരോപിതനല്ല, താൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ ആരോപണത്തിൽ നിന്ന് പുറത്തു കടന്ന ശേഷമാണ് പിന്നീട് ഇത്തരം പദവികൾ സ്വീകരിക്കാൻ തയ്യാറായതെന്നുമാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടയാൾ സംശുദ്ധനായിരിക്കണം, അയാൾ പൊതുജീവിതത്തിൽ അഴിമതിയുടെ കറ പുരളാത്തയാളായിരിക്കണം. അങ്ങനെ അധികാരത്തിൽ വന്ന് ഖജനാവിൽ കൈയിട്ട് വാരി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അഴിമതി നടത്തിയ ഒരാൾക്ക് ആ പദവിയിൽ തുടരാൻ അധികാരമില്ല എന്നത് ഒരു സംശുദ്ധ രാഷ്ട്രീയത്തിൽ മാറ്റുരയ്ക്കപ്പെടേണ്ടുന്ന ഒന്നാണ് എന്ന് ഭരണകക്ഷി പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് പ്രതിപക്ഷത്തിന് എതിർക്കാൻ കഴിയുക എന്നതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ട്, ഇതൊരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വേണ്ടി വിട്ടിരിക്കുകയാണ്. അതും അതിൻ്റെ ഒരു ജനാധിപത്യ രീതിയിൽ തന്നെയാണല്ലോ ആ വിഷയത്തിലും ഈ സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ ഈ ബില്ലിന് പിന്നിലുണ്ട് എന്ന് നിങ്ങൾ സംശയിക്കുമോ? അങ്ങയുടെ നിഷ്കളങ്കമായ ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകുന്നതിന് ഒരു മടിയുമില്ല. ആ നിഷ്കളങ്കത എന്നെ വല്ലാതെ ഒരു അമ്പരപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിൽ BJPയിലേക്ക് ജോയിൻ ചെയ്യുന്നവർ മുഴുവൻ കുറ്റവിമുക്തരാക്കപ്പെടുന്നു. BJP ഇതര മുഖ്യമന്ത്രിമാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. BJP ഇതര രാഷ്ട്രീയ നിലപാടെടുക്കുന്നവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, ജയിലിലടക്കപ്പെടുന്നു. അശോക് ചവാൻ ആദർശ് ഫ്ലാറ്റ് കുംഭകോണ കേസിലെ പ്രതിയായിരുന്നു. നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. അശോക് ചവാനെതിരെ നിരവധി ആരോപണങ്ങൾ വന്നു. അശോക് ചവാനെ ജയിലിൽ അടച്ചില്ല BJP സർക്കാർ. അശോക് ചവാനെ BJP ഇരു കൈകളും നീട്ടി അവർ അവരുടെ സമുന്നത നേതാവായി അവരോധിച്ചു, പാർലമെന്ററി സ്ഥാനങ്ങൾ നൽകി ആദരിച്ചു. നമ്മുടെ ആസാമിലെ മുഖ്യമന്ത്രി ഹിമാന്ത ബിശ്വാസ് അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയായി തുടരുകയാണ്. അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചത് BJPയാണ്. അദ്ദേഹത്തിനെതിരായി നിരവധിയായിട്ടുള്ള അഴിമതി ആരോപണങ്ങളുണ്ടായി. നിരവധി കേസുകൾ അദ്ദേഹത്തിൻ്റെ മുകളിൽ അവിടെ ഉയർന്നു വരികയുണ്ടായി. ഈ ഹിമാന്ത ബിശ്വാസിനെ അറസ്റ്റ് ചെയ്തില്ല, ജയിലിൽ അടച്ചില്ല, അന്വേഷണം ഉണ്ടായില്ല. BJPയുടെ നേതാവായി അദ്ദേഹം തുടരുന്നു. കോൺഗ്രസിൻ്റെ നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തിനെ വേട്ടയാടുക ഉണ്ടായി. ആന്ധ്രാപ്രദേശിൽ സമാനമായ ചിത്രം നമുക്ക് കാണാൻ കഴിയുണ്ടായി. ആന്ധ്രയിലെ ചിത്രം സംസ്ഥാനങ്ങൾ എടുത്തു പോകുന്നില്ല. നാരായൺ റാണെ മറ്റൊരു കോൺഗ്രസ് നേതാവായിരുന്നു, അദ്ദേഹത്തോടെടുത്ത സമീപനം. യെദ്യൂരപ്പ കോൺഗ്രസിൻ്റെ BJPയുടെ നേതാവായി ഇരു കൈകളും നീട്ടി അവർ സ്വീകരിച്ചു. യെദ്യൂരപ്പയെ നേതാവാക്കുന്നു. യെദ്യൂരപ്പക്കെതിരെ ഇപ്പോൾ ഒരു അന്വേഷണമില്ല. യെദ്യൂരപ്പയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ എന്താണ് ഇപ്പോൾ അവരുടെയൊക്കെ സ്ഥിതിയെന്നും അന്വേഷിക്കുന്നത് നല്ലത്. ഇനി കൂട്ടിച്ചേർക്കുന്നത് എന്താണ്? ഇന്ത്യയിൽ നിലവിലെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ 2016 2024 ഇടയിൽ ചാർജ് ചെയ്തിട്ടുള്ള PMLA ഉൾപ്പെടെയുള്ള കേസുകളിൽ എത്ര ആളുകളാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്? ഒന്ന് അന്വേഷിച്ച് നോക്കുക. 1% ആളുകൾ പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലടക്കുന്നു. ജയിലിലടക്കുന്നത് കേവലം 30 ദിവസം മാത്രമല്ല, ജയിലിലടക്കുന്നത് 10 മാസവും 12 മാസവും 16 മാസവും 18 മാസവും ഒക്കെയാണ്. ഇത് നിഷ്കളങ്കമായി ഉള്ള ഒരു ചോദ്യമായിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ കാണാൻ എനിക്ക് കഴിയില്ല. ഇത് BJPയുടെ RSSൻ്റെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള പുതിയൊരു ഉപായമായി ഇവർ ഈ നിയമത്തെ കാണുകയാണ്, ഈ ബില്ലിനെ കാണുകയാണ്.
പൂർത്തീകരിക്കട്ടെ. BJPയുടെ നേതാക്കന്മാരെ വെളുപ്പിക്കുന്ന ഉപകരണമായി EDയും IT യും CBIയും മാറുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അവരുടെ ഉപകരണമാക്കി തീർക്കുന്നു. ഇത് ഒന്നാമത്തേത്. അങ്ങ് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ JPC എന്ന് പറയുന്ന ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിലേക്ക് ഈ വിഷയം കൊടുക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ അങ്ങയുടെ നിഷ്കളങ്കമായിട്ടുള്ള ആ ചോദ്യത്തോടുള്ള പ്രതികരണം എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ തന്നെ ആ ഭരണകക്ഷിക്ക് ഒരു ഉദ്ദേശമുണ്ട്. ജനാധിപത്യ വിരുദ്ധമായ നിലയിൽ ആ ബില്ല് അവതരിപ്പിക്കുന്നു. ചർച്ച അനുവദിക്കാതെ യാതൊരു ബില്ലും ചർച്ചയില്ലാതെ അവരവരുടെ തീരുമാനമായിട്ട് മുൻകൂട്ടി വരികയാണ്. പാർലമെന്റ് സമ്മേളനത്തിൻ്റെ അവസാന ദിവസത്തിലേക്ക് വരുമ്പോൾ ആ ദിവസം കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ് അവർ വന്നിട്ടുള്ളത്. ഇത് ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണ്. സംസ്ഥാനങ്ങളെ കേവലം യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള നിയന്ത്രണങ്ങൾക്ക് ഒരു തരത്തിലും ജനാധിപത്യപരമായ പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാത്തതിലേക്ക് സംസ്ഥാനങ്ങളെ മാറ്റി തീർക്കുന്നതിനുള്ള ഗൂഢപദ്ധതിയുടെ ഭാഗമായിട്ട് അവതരിപ്പിക്കപ്പെട്ടുള്ള ഒരു ബില്ലാണിത്. ഇത് അംഗീകരിക്കാൻ, ഇതിനൊപ്പം നിൽക്കാൻ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് സാധിക്കില്ല. ശരി, ശ്രീ ശിവദാസൻ, അങ്ങ് ഈ സംസാരത്തിനിടയിൽ ധാരാളം തവണ നിഷ്കളങ്കമായ എൻ്റെ ചോദ്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് ഞാൻ കേട്ടു. ഒരു ബില്ല് പാർലമെന്റിലേക്ക് ഭരണകക്ഷി കൊണ്ടുവരുമ്പോൾ അവരതിൻ്റെ കാര്യകാരണങ്ങൾ വിശദീകരിച്ചത് താങ്കളോട് പറയുമ്പോഴാണ് താങ്കൾക്ക് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ എന്താണ് എന്ന് വിശകലനം ചെയ്യാൻ കഴിയുക. അതല്ലാതെ ഞാൻ താങ്കളുടെ പക്ഷം ചേർന്ന് ഈ ബില്ല് ഇങ്ങനെയാണല്ലോ, ഇതിനെ നമുക്ക് എതിർക്കണ്ടേ എന്നതല്ലല്ലോ ഞാനൊരു ചർച്ചയെ നയിക്കുമ്പോൾ എടുക്കേണ്ട ഒരു പൊസിഷൻ. അപ്പോൾ അതിൻ്റെ ആ ഒരു ട്രൂ സ്പിരിറ്റിലായിരിക്കും എൻ്റെ നിഷ്കളങ്കതയെ താങ്കൾ മനസ്സിലാക്കുക എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം മൈ ഇന്നസെൻസ് ഷുഡ് ബി ട്രീറ്റഡ് ഓർ അണ്ടർസ്റ്റുഡ് ഇൻ ദാറ്റ് വേ. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ശരി. ശ്രീ എസ് ഡിന്നി വളരെ നിഷ്കളങ്കമായി, വളരെ സ്വദേശത്തോടുകൂടി കൊണ്ടുവരുന്ന ഒരു ബിൽ എങ്ങനെയാണ് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആയുധമാക്കാൻ BJP ആലോചിച്ചിട്ടുള്ളത് എന്നതിൻ്റെ കാര്യകാരണങ്ങളാണ് ഡോക്ടർ വി ശിവദാസൻ ഇത്രയും നേരം കൊണ്ട് അദ്ദേഹം പറഞ്ഞു തീർത്തത്. രണ്ട് കാര്യങ്ങളിലാണ് പ്രധാനമായിട്ട്. ഒന്ന്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലെയുള്ള കേന്ദ്ര ഏജൻസികളെ കൊണ്ട് ആവശ്യത്തിനും അനാവശ്യത്തിനും കേസെടുപ്പിക്കുകയും അധികാരത്തിലിരിക്കുന്ന സർക്കാരിനെ അല്ലെങ്കിൽ മന്ത്രിമാർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യുകയും കോടതിയിൽ വരുമ്പോൾ അതെല്ലാം പൊട്ടിപ്പാളിപ്പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൺവിക്ഷൻ റേറ്റ് ഏറ്റവും കുറഞ്ഞു പോയതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് കാരണം എന്താണ് എന്ന് കോടതി ചോദിക്കുന്ന ഘട്ടം വരെ നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് വളരെ നിഷ്കളങ്കമായി BJP പറയുന്നത് അഴിമതിരഹിത ഭരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നടപടി സ്വീകരിക്കുന്നതെന്നാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു ലീഗൽ പ്രിൻസിപ്പിൾ, അത് ഏറ്റവും അടിസ്ഥാന തത്വം, അത് പറയാൻ നമ്മളോടൊപ്പം അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനുണ്ട്. ഇന്നസെന്റ് അണ്ടിൽ പ്രോവൻ ഗിൽറ്റി എന്നതാണ്. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നതുവരെ നിരപരാധിയായി കണക്കാക്കണം എന്നതാണ് നമ്മുടെ നിയമസംഹിതയുടെ അടിസ്ഥാന തത്വം. അതാണ് അമിത്ഷായോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ കുറ്റാരോപിതനായിരുന്നപ്പോൾ എൻ്റെ ആ പദവി ഞാൻ ഉപേക്ഷിച്ചു, കോടതി എന്നെ കുറ്റവിമുക്തനാക്കിയപ്പോൾ ശേഷമാണ് ഞാൻ ആ പദവിയിലേക്ക് വന്നതെന്ന്. ആ ആനുകൂല്യം എന്നത് അല്ലെങ്കിൽ ആ അവകാശം എന്നത് രാജ്യത്തെ ഏതൊരു പൗരനുമുള്ളതാണ്. അത് മുഖ്യമന്ത്രി ആയാലും ശരി, മന്ത്രിമാരായാലും ശരി, പ്രധാനമന്ത്രി ആയാലും ശരി. അങ്ങനെ ഈ നിയമത്തിൻ്റെ അടിസ്ഥാന തത്വത്തെ വെല്ലുവിളിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലെയുള്ള കേന്ദ്ര ഏജൻസികൾ വ്യാപകമായി രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന ആക്ഷേപങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ ബില്ല് കൊണ്ടുവരുന്നത് പ്രതിപക്ഷം കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഭരണം അട്ടിമറിക്കുക എന്ന BJPയുടെ ദുഷ്ടലാക്കാണ് എന്ന് സംശയിക്കുന്നതിൽ എന്താണ് പിശക്? ശ്രീ ഗോപി, ഇതിനകത്ത് ശ്രീ ഗോപിയുടെ ആ ഒരു ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അതായത് നിയമം ഒരേപോലാണ് എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്. ഇതുകൊണ്ട് എന്താണ് ഈ ഒരു ബില്ലിന്റെ ഉദ്ദേശം? അത് വളരെ സിമ്പിളായിട്ട് ഒറ്റ ലൈനിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി സർക്കാരുകൾ ജയിലിൽ നിന്ന് ഭരണം ചെയ്യത്തില്ല. അതാണ് ഈ ഒരു ബില്ലിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള, ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഫാക്ട് എന്ന് പറഞ്ഞാൽ, സർക്കാരുകൾ ഇനി ജയിലിൽ നിന്ന് ഭരണം ചെയ്യത്തില്ല. അതാണ് അതിന്റെ എസൻസ് ഓഫ് ദിസ് ആക്ട്. ഇനി എന്തുകൊണ്ടാണ് സർക്കാരുകൾ അങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നേരത്തെ ശ്രീ ഗോപി തന്നെ പറഞ്ഞു. ഇപ്പം നമ്മളെ മുന്നിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അതായത് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടും ജയിലിലിരുന്നിട്ടും അവിടെ നിന്ന് ഭരിക്കുന്ന ഒരു ധാരാളം എക്സാമ്പിൾസ് നമ്മളെ മുന്നിലുണ്ട്. സുപ്രീം കോടതിക്ക് തന്നെ പറയേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട്. തമിഴ്നാട് മിനിസ്റ്ററിനെ കുറിച്ച് നിങ്ങൾ ഒന്നീ റിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ മറ്റ് നടപടി ഞങ്ങൾ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ മന്ത്രിക്ക് പോലും മാറി വരുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ കേസ് ശ്രീ ഗോപി പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു പവറിൽ ഇരിക്കുന്ന ഒരാള്, അദ്ദേഹം ആ ലോയിന്റെ ലൂപ്പ് ഹോൾ വെച്ചിട്ട് അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കാം എന്നുള്ള ഒരു ധാരണയാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു വ്യക്തി അവന്റെ വോട്ട് അവകാശം അല്ലെങ്കിൽ അവളുടെ വോട്ട് അവകാശം വെച്ച് ഒരാളെ എലക്ട് ചെയ്ത് പോകുമ്പം അവിടെ കറപ്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ
അവിടെ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് എന്നുള്ളത് നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ചെയ്യുക? ഒരു കാര്യത്തിൽ നമ്മൾ ആരും ഇൻക്ലൂഡിങ് ബഹുമാനപ്പെട്ട MP ശ്രീ ശിവദാസൻ ആയാലും ശരി, ഡോക്ടർ ഷമാ മുഹമ്മദ് ആയാലും ശരി, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ആയാലും ശരി, ശ്രീ ഗോപി ആയാലും ശരി, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായാലും ശരി, ആരും ഒരു കാര്യത്തിൽ യോജിക്കാതിരിക്കത്തില്ല. അതായത് രാഷ്ട്രീയത്തിൽ ഏത് പാർട്ടിയാലും ശരി, രാഷ്ട്രീയത്തിൽ ദർ ഇസ് ക്രിമിനലൈസേഷൻ, അതായത് ഇതിനകത്ത് ഒരു കറപ്ഷനും ക്രിമിനലൈസേഷനും ഉണ്ട് എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. അതിനെ നമുക്ക് എങ്ങനെ കുറച്ചുകൊണ്ട് വരാം എന്നുള്ള ശ്രമമാണ് നമ്മൾ കണ്ടത്. സുപ്രീം കോടതിയുടെ ധാരാളം ഓർഡേഴ്സ് ഉണ്ട്. 2002 സുപ്രീം കോടതി പറഞ്ഞു ഒരു പൗരന് ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ആ പൗരൻ അറിയണം എൻ്റെ ഞാൻ ഇലക്ട് ചെയ്യാൻ പോകുന്ന MP അല്ലെങ്കിൽ MLAക്ക് എത്രമാത്രം ക്രിമിനൽ കേസസ് ഉണ്ടെന്ന്. അങ്ങനത്തെ ഉള്ള ഒരു സാഹചര്യമാണ്. നോക്കൂ, ഇപ്പം ഞാൻ പറഞ്ഞില്ല സാധാരണക്കാരുടെ കാര്യം. ഒരു സാധാരണ വ്യക്തി റോഡിലൂടെ പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് നടക്കുകയാണെങ്കിൽ ആ സിസ്റ്റം മൊത്തം അവിടെ വരും, അതിന് പീനലൈസ് ചെയ്യും. ഒരു ട്രാഫിക് റൂള്, ഒരു ഹെൽമെറ്റ് ഇല്ലാതെ പോയാൽ തന്നെ അതിന് ശിക്ഷയുണ്ട്, അതിന് ചെയ്യും. ഇപ്പൊ നോക്കൂ, ഇന്നലെയോ മെനിഞ്ഞാന്നാണോ 2 യുവാക്കൾ പോലീസിനെ കണ്ട ഉടനെ എടുത്ത് വെള്ളത്തിൽ ചാടി, അതിനകത്ത് ഒരു യുവാവ് മരിച്ചു. അപ്പൊ സിസ്റ്റമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഇനി അതിൽ മുകളിലുള്ള ഒരു സ്റ്റെപ്പ് നോക്കൂ, ഗവൺമെന്റ് ഓഫീഷ്യൽസിന് എന്താണ് അവരുടെ റൂൾ? 48 മണിക്കൂർ ഗവൺമെന്റ് ഓഫീഷ്യൽസിലെ ആരെങ്കിലും അറസ്റ്റ് ചെയ്താൽ അവർ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് സസ്പെൻഷനിൽ പോകും. ഓൾറെഡി സസ്പെൻഷനിലാണെങ്കിൽ ആ സസ്പെൻഷൻ കണ്ടിന്യൂ ചെയ്യും. സസ്പെൻഷൻ അല്ലെങ്കിൽ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് സസ്പെൻഷനിൽ പോകും. അപ്പൊ സാധാരണക്കാർക്കും ഞാനൊരു കാര്യം പറയട്ടെ ശ്രീ എസ് ഡിന്നി, ഇപ്പോൾ ഞാൻ താങ്കൾ കൊണ്ടുവരുന്ന ഒരു ഉപമയും ഉദാഹരണവും എനിക്ക് മനസ്സിലായി. ഒറ്റ കാര്യം അതിനിടയിൽ ഞാൻ പറയട്ടെ, അതിന്റെ രാഷ്ട്രീയ ഭാഗം പറയട്ടെ. 2014 മുതൽ അഴിമതി അന്വേഷണം നേരിടുന്ന 25 പ്രതിപക്ഷ നേതാക്കളാണ് BJP-യിൽ ചേർന്നത്. താങ്കൾക്കറിയുമോ? 25 പ്രതിപക്ഷ നേതാക്കളാണ് BJP-യിൽ ചേർന്നത്. കാരണം അവർക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച്, അങ്ങനെയാണെങ്കിൽ അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ട നേതാക്കൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള ധാർമ്മിക കരുത്ത് എന്താ BJP-ക്ക് ഇല്ലാത്തത്? ശ്രീ ഗോപി, ഞാൻ അതിലേക്ക് വരാം. എനിക്ക് അതിനകത്ത് കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ട്. നേരത്തെ ശ്രീ ശിവദാസനും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് മാണി സാറിനെ അവിടുത്തെ അസംബ്ലിയിൽ വെച്ച് എന്തൊക്കെയാണ് ഈ CPM ഗവൺമെന്റ് അന്നത്തെ ഒപ്പോസിഷൻ ചെയ്തിട്ടുള്ളത്? എന്തൊക്കെയായിരുന്നു ചെയ്തത്? നമ്മൾ ആ അസംബ്ലിയിലുള്ള കലാപരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ഇന്ന് അതിനകത്ത് പലരും ഇന്ന് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരിക്കുകയാണ്. അതേ ഇന്നിപ്പോ ആ മാണി സാറിന്റെ ജോസ് കെ മാണി ഏത് ഗ്രൂപ്പിന്റെ കൂടാണ്? എവിടാണ്? അതുകൊണ്ട് അതൊക്കെ ചെയ്യാനാണോ BJP ഉദ്ദേശിച്ചിരിക്കുന്നത്? 25 പ്രതിപക്ഷ നേതാക്കൾ BJP-യിൽ ചേർന്നപ്പോൾ 23 കേസുകളിൽ 23 പേർക്ക് അവരുടെ കേസുകളിൽ ഇളവ് ലഭിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ അഴിമതി ആരോപണം ഉന്നയിച്ച ഈ നേതാക്കളിൽ 23 പേർക്ക് കേസുകളിൽ ഇളവ് ലഭിച്ചു. 20 എണ്ണത്തിൽ അന്വേഷണം നിർത്തിവെച്ചിരിക്കുകയാണ്. എന്താ കാരണം? അവരെ BJP പാട്ടിലാക്കി കൂടെ വെച്ചിരിക്കുന്നു. അതാണ് കാരണം. അത് ശ്രീ ഗോപികൃഷ്ണന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അതെന്താണ് അതൊക്കെ പ്രൊസീജിയറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സുപ്രീം കോടതിയുണ്ട്, ഹൈക്കോടതിയുണ്ട്, മറ്റ് ജുഡീഷ്യൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ സുപ്രീം കോടതി തന്നെയാണ് പലപ്പോഴും പല ഇൻസ്ട്രക്ഷൻസും പലപ്പോഴും പല കമന്റ്സും പലപ്പോഴും പല ജഡ്ജ്മെന്റ്സ് ഒക്കെ തന്നിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് ഇപ്പൊ ED എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ചെയ്യാണ്, PMLA ആക്ട് പ്രകാരം എക്സ്ട്രാ ചെയ്യുകയാണെങ്കിൽ അവിടെ സുപ്രീം കോടതി കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, അതിന്റെ റൂൾസ് എങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ള ഒരു സിസ്റ്റം നമ്മളിൽ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ അതിന്റെ വേറൊരു വശം മാത്രമാണ്. അതിനകത്ത് ഈ ഒരു കാര്യത്തിൽ നമ്മൾ പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അതിനകത്ത് ബാക്കിൽ പോയാണ്. അതായത് ഒരു ഒരാൾക്കും ഒരു നിയമം, ഗവൺമെന്റ് ഒഫീഷ്യൽസിന് ഒരു നിയമം. പക്ഷേ ഒരു മന്ത്രി, അത് സ്റ്റേറ്റിലായാലും ശരി, ചീഫ് മിനിസ്റ്റർ ആയാലും ശരി, ഒരു മന്ത്രി യൂണിയൻ ആയാലും ശരി, പ്രൈം മിനിസ്റ്റർ ആയാലും ശരി, അവർ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ഒരു ക്രിമിനൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു കറപ്ഷൻ ചെയ്യുകയാണെങ്കിൽ, അതായത് 5 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റം ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കോർട്ടിന്റെ ഓർഡറിന്റെ ബേസിൽ, അതായത് മുൻകൂർ ജാമ്യം ബെയിൽ കിട്ടാതെ വന്നിട്ട് അറസ്റ്റ് ചെയ്തിട്ട് 30 ദിവസത്തിനുള്ളിൽ വീണ്ടും ജുഡീഷ്യൽ പ്രോസസ്സിലൂടെ ഡിസ്ട്രിക്ട് കോർട്ടിൽ പോയി, ഹൈക്കോടതി പോയി, സുപ്രീം കോടതി പോയിട്ട് ഒരു ബെയിൽ വാങ്ങിക്കാൻ പറ്റാത്ത രീതി. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതെല്ലാം പവർഫുൾ ആയിട്ടുള്ള ആളുകളാണ്. ഈ പവർഫുൾ ആയിട്ടുള്ള ആളുകൾ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് 30 ദിവസത്തിനുള്ളിൽ ഒരു ബെയിൽ ഓർഡർ വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ 31ാം ദിവസം ഒന്നീ അവർ രാജിവെക്കണം, അല്ലെങ്കിൽ അവർ അതിനകത്ത് അത് മാറും എന്നുള്ളതാണ്. ഇനി അതിന്റെ വേറെന്താണ്? 32ാം ദിവസം അവർക്ക് ബെയിൽ കിട്ടുകയാണെങ്കിൽ അവർ വീണ്ടും അതിനകത്ത് തിരിച്ചു വരാം. അപ്പൊ എവിടാണ് ഈ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു സാധാരണക്കാര് ഒരേ ഒരു കാര്യത്തിലാണ് പ്രശ്നം. അവർ BJP-യിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ സുരക്ഷിതരായി. അതാണ് അതിലെ പ്രശ്നം.
ഈ ആരോപണ വിധേയരായിട്ടുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷിയിലെ അതൊരു നേതാക്കളുണ്ടല്ലോ, രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണം അവർ മാത്രമാണ്. ബി ജെ അതൊരു പിയിലേക്ക് രാഷ്ട്രീയ ചേർന്ന് കാഴ്ചപ്പാട് കഴിഞ്ഞാൽ ശ്രീ ഗോപി. അവർ സംശുദ്ധരായി, അത് വിശുദ്ധരായി, അങ്ങനെ സുരക്ഷിതരായി. അതാണ് ഈ രാജ്യത്തിന്റെ അനുഭവം. ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശ്രീ ഗോപി, അതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യം മാത്രമാണ്. ഇപ്പൊ ഞാൻ ജോസ് കെ മാണിയുടെ കാര്യം പറഞ്ഞു, ഇതേപോലെ തന്നെ ഇപ്പൊ സഡൻലി ഇപ്പൊ കറപ്ഷൻ ആയിട്ടുള്ള എക്സാമ്പിളാണ്. അതുപോലെ തന്നെ സെക്യുലറിസത്തെ നോക്കൂ, ശിവസേന എന്ന് പറഞ്ഞ ഉദ്ധവ് ഠാക്കറെ ഏറ്റവും വലിയ ഒരു കമ്മ്യൂണൽ ആയിട്ടുള്ള ആളുകളായിട്ടാണ് കോൺഗ്രസും കണ്ടിട്ടുള്ളത്. ഇന്ന് അവർ ഉദ്ധവ് ഠാക്കറെ എവിടെയാണ്? ഇന്ന് കംപ്ലീറ്റ്ലി അദ്ദേഹം എന്ത് പറഞ്ഞ സെക്യുലറായി മാറിയിരിക്കുകയാണ്. അപ്പൊ അതൊരു ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. പക്ഷെ അതും പറയാം ഏക്നാഥ് ഷിൻഡെ വിഭാഗം ശിവസേനയിൽ നിന്ന് പിരിഞ്ഞ് ബി ജെ പിയുമായി ചേർന്നു സർക്കാർ ഉണ്ടാക്കാൻ, ഇല്ലേ? തൊട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്ക് അജിത് പവാർ എൻ സി പിയിൽ നിന്ന് എൻ ഡി എയിലേക്ക് ചേർന്നു. പിന്നെ അജിത് പവാറും പ്രഫുൽ പട്ടേലും അവർക്കുണ്ടായിരുന്ന കേസുകളൊക്കെ പിന്നീട് തേച്ചു മാച്ചു പോയി. അഴിമതി ആരോപണ കേസുകളൊക്കെ എവിടെ പോയി? ശ്രീ എസ് ഡിനി, എന്ത് അന്വേഷണം നടന്നു? അതിനെയും ഇതിലേക്കൂടെ കൂട്ടിക്കുഴക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വെച്ചാൽ അഴിമതി രഹിത സദ്ഭരണം കൊണ്ടുവരാനല്ലേ ശ്രീ എസ് ഡിനി വളരെ പ്രയാസപ്പെട്ട് ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്? അതെ അതെ. അപ്പോൾ അഴിമതി ആരോപണ വിധേയരായ അന്വേഷണ ഏജൻസികളുടെ റഡാറിൽ ഉണ്ടായിരുന്ന ആളുകൾ ബി ജെ പിയിലേക്ക് എത്തുമ്പോഴേക്കും കേസ് നിൽക്കുന്നു, കേസ് ഇഴയുന്നു, കേസ് പിന്നെ അങ്ങോട്ട് പോകുന്നില്ല, അവർ കുറ്റവിമുക്തരാക്കപ്പെടുന്നു, വിശുദ്ധരാക്കപ്പെടുന്നു. ബി ജെ പിയിൽ ജ്ഞാനസ്നാനം ചെയ്തു കഴിയുമ്പോൾ ഇല്ല, അതൊരു നരേറ്റീവ് മാത്രമായിട്ട് ശ്രീ ഗോപി പല കാര്യങ്ങളും നോക്കൂ. ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് എത്രമാത്രം അഴിമതി നടന്നിട്ടുണ്ട്? അപ്പൊ അതിനകത്തുള്ള കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഏതെങ്കിലും കേസ് എടുത്തില്ലെങ്കിൽ അല്ലല്ല, താങ്കൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട അഴിമതിയെ കുറിച്ച് പറഞ്ഞു ശ്രീ എസ് ഡിനി. ലെറ്റ് us call a spade a spade. അതായത് താങ്കൾ ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അഴിമതിയെ കുറിച്ച് പറഞ്ഞു. എന്താണ് ആ അഴിമതിയുമായി ബന്ധപ്പെട്ട കോടതിയിലെ കേസുകളുടെ സാഹചര്യം? എന്താണ് അതിൽ സംഭവിച്ചിരിക്കുന്നത്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവിടെ അന്വേഷിച്ചല്ലോ, CBI അന്വേഷിക്കാൻ വന്നല്ലോ. എന്തായി ആ കേസിന്റെ ഒക്കെ ഭാവി? അവിടെയും ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ ശ്രീ ഗോപി? എത്ര വർഷമായി? അല്ല, അതാ ഞാൻ പറഞ്ഞത്, അവിടെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? എത്ര വർഷങ്ങളായി അറസ്റ്റ് ചെയ്തില്ല? അപ്പൊ എന്താണ് കോൺഗ്രസ് പറയുന്നത്? അവിടെ അന്തർധാര എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ഡബിൾ സ്റ്റാൻഡേർഡ്സ് പറ്റത്തില്ലല്ലോ. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡിൽ നിൽക്കൂ. എന്നോടാണെങ്കിൽ ഒറ്റ സ്റ്റാൻഡേർഡേ ഉള്ളൂ. അതെന്താണെന്ന് പറഞ്ഞാൽ, ബി ജെ പിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആളുകൾ വിശുദ്ധരായി മാറുന്നതിന്റെ അല്ലെങ്കിൽ മറിമായം എന്താണ്? എന്തുകൊണ്ടാണ് നിങ്ങൾ അഴിമതി രഹിത ഭരണമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അഴിമതി ആരോപണ വിധേയരായ ആളുകൾ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വേണ്ട എന്ന് ബി ജെ പി തീരുമാനമെടുക്കാത്തത് എന്താണ്? And what is the moral standard? പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ശ്രീ ഗോപി. അത് ശ്രീ ഗോപിയുടെ അഭിപ്രായമാണ്, അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സോറി ശ്രീ എസ് ഡി, ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു അവസരമായി ഇത് ഈ ഒരു ചർച്ചയും ഞാൻ ഉപയോഗിക്കാറില്ല. താങ്കളെ പോലുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്നവരുടെ അഭിപ്രായം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് എന്റെ ഉദ്ദേശം. ഏതായാലും ശ്രീ എസ് ഡി, ഞാൻ വളരെ പെട്ടെന്ന് ഇടവേള എടുക്കുകയാണ്. എനിക്കറിയാം കഴിഞ്ഞ തവണ ചർച്ചയിൽ വന്നപ്പോൾ താങ്കൾക്ക് മതിയായ സമയം കിട്ടിയില്ല എന്നൊരു പരാതി താങ്കൾക്കുണ്ടായിരുന്നു. പക്ഷേ ഈ കാര്യങ്ങളിൽ താങ്കൾക്ക് ആദ്യഘട്ടത്തിൽ പറയേണ്ട കാര്യങ്ങൾ താങ്കൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ വളരെ പെട്ടെന്ന് ഇടവേള എടുക്കുന്നു. ഡോക്ടർ ഷമാ മുഹമ്മദ് നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനുണ്ട്. ഞാൻ അദ്ദേഹത്തിലേക്കും തിരിച്ചു വരാം. ശ്രീ ഡിനി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരും രണ്ടാം റൗണ്ടിൽ. ഡോണ്ട് വറി. ഓക്കെ, ഡോക്ടർ ഷമാ മുഹമ്മദ്, ഭരണഘടനാ ധാർമ്മികത, സദ്ഭരണം, അഴിമതിരഹിതവും സുതാര്യവും സംശയാതീതവുമായ പൊതുപ്രവർത്തനം, ഇങ്ങനെ ഒരു ജനാധിപത്യ ഭരണക്രമത്തിൽ ആവശ്യമുണ്ടാകേണ്ടുന്ന ചില വാല്യൂസ്, ചില മൂല്യങ്ങൾ അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ബിൽ അവതരിപ്പിക്കുന്നത് എന്നാണ് ഭരണകക്ഷി പറയുന്നത്. കോൺഗ്രസ് എന്തിനാണ് ഇതിനെ എതിർക്കുന്നത്? ഈ ബില്ല് ഗോപി ഭരണഘടനത്തിന്റെ എതിരാണ്, ജനാധിപത്യത്തിന്റെ എതിരാണ്, ഫാസിസത്തിന്റെ ഒക്കെ നിൽക്കുന്ന ഒരു ബില്ലാണ്. ആർട്ടിക്കിൾ 21 എതിരാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്നസെന്റ് അൺടിൽ പ്രൂവൺ ഗിൽറ്റി. ഇപ്പൊ ഒരാള് ശിക്ഷിക്കപ്പെടുന്നവരെ നിരപരാധിയാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ബില്ല് എന്താ പറയുന്നത്? ഈ ബില്ല് പറയാ, നിങ്ങള് നോർമൽ പ്രൊസീജിയർ എന്താ? അറസ്റ്റ് ചെയ്യും, FIR ഫയൽ ചെയ്യും, ചാർജ് ഷീറ്റ് അതിന്റെ ശേഷം പിന്നെ കോർട്ടിൽ പോവും, പിന്നെ അവരോട് ചോദിക്കും ഗിൽറ്റി നോട്ട് ഗിൽറ്റി, നിങ്ങൾ നിരപരാധിയോ അല്ലേ, യെസ് ഓർ നോ. ഇവിടെ എന്താ പറയുന്നത്? 30 ദിവസം നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിലിടും, എന്നിട്ട് നിങ്ങൾ നിരപരാധിയല്ല, നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടു എന്നാ പറയുന്നത്. ബിക്കോസ് 30 ദിവസത്തിന്റെ ശേഷം
നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റില്ല, നിങ്ങൾ അവിടുന്ന് രാജിവെക്കണം, നിങ്ങൾ മന്ത്രിയായി രാജിവെക്കണം, MP ആയി രാജിവെക്കണം, എല്ലായിടത്തും രാജിവെക്കണം. അപ്പൊ ഇത് എന്ത് നിയമാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് ഇവിടെ നമുക്ക് ഓൾറെഡി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ED കേസ് 2014 തൊട്ട് 21 വരെ 5422 കേസിൽ 23 കൺവിക്ഷനേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. വേറൊരു ഡേറ്റ് ഞാൻ പറഞ്ഞു, 2014 തൊട്ട് 21 വരെ 500 MPs MLA റിപ്പീറ്റഡ് ആയിട്ട് മത്സരിക്കുന്നവരെ അവര് 173 BJP-യിലേക്ക് പോയി. ED കേസ് പറഞ്ഞ് എന്തെങ്കിലും പക്ഷെ അവിടെ പോയതിന് ശേഷം അജിത് പവാർ ആയാലും, സുവിന്ദു അധികാരി ആയാലും, ഹിമന്ത ബിശ്വാസ ശർമ്മ, നാരായൺ റാണെ ആയാലും ആരായാലും കേസ് ക്ലോസ്. അവരെ സ്വന്തം MP ആണ് കിരീറ്റ് സൊമയ്യാന്ന് കേസ് കൊണ്ടാന്ന് നാരായൺ റാണിന്റെ എതിരായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കിരീറ്റ് സൊമയ്യാന്ന് ഈ അജിത് പവാറിന്റെ എതിരായിട്ട് കേസ് കൊണ്ടാകുന്നത്. ദേവേന്ദ്ര ഫഡ്നവിസ് എപ്പോഴും പറഞ്ഞ കാര്യം, അന്ന് അജിത് പവാർ ഇറിഗേഷൻ സ്കാമില് 10,000 കോടിയിൽ മുങ്ങിയിരിക്കുകയാണ്. അപ്പം ഇങ്ങനത്തെ പറഞ്ഞ ശേഷം പെട്ടെന്ന് ED ക്ലോസ് ചെയ്യാവുന്ന കേസ്. അപ്പം ഇത് ജനാധിപത്യത്തിന്റെ എതിരാണ്, നമ്മൾ ഇതിന്റെ ഒക്കെ നിൽക്കൂല. വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു മുഖ്യമന്ത്രിനെ ഇഷ്ടപ്പെടുന്നില്ല, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് അവരെ എതിരായിട്ടൊരു കേസ് ഇടും. കേസ് ഇട്ടിട്ട് അവരെ അറസ്റ്റ് ചെയ്യും, അവര് 30 ദിവസം ജയിലാവും, പിന്നെ അവരോട് രാജിവെക്കാൻ പറയണം. അതപ്പോ ബേസിക്കലി അവർക്ക് ജനാധിപത്യം വേണ്ട. അവർക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ BJP-യുടെ മുഖ്യമന്ത്രി എല്ലാ സംസ്ഥാനത്തിലും. ഞാൻ വേറൊരു ഉദാഹരണം തരാം. മാലേഗാവ് ബ്ലാസ്റ്റ് 2008 പ്രഗ്യാ ഠാക്കൂറും കേണൽ പുരോഹിതും നിരപരാധി എന്ന് പറഞ്ഞു. 2006 മുംബൈ ബ്ലാസ്റ്റിൽ കുറെ മുസ്ലിംസ് നിരപരാധിയാന്ന് പറഞ്ഞു. 2006 വേർഡിക്റ്റിന്റെ ശേഷം ഉടനെ സുപ്രീം കോർട്ടിൽ പെറ്റീഷൻ ഇട്ടു. ദേവേന്ദ്ര ഫഡ്നവിസ് സർക്കാർ അവര് നിരപരാധിയല്ല. പക്ഷെ 2008 ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം എന്തുകൊണ്ട് ദേവേന്ദ്ര ഫഡ്നവിസ് അങ്ങനത്തെ ഒരു പെറ്റീഷൻ സുപ്രീം കോർട്ടിൽ ഇട്ടിട്ടില്ല? പ്രഗ്യാ ഠാക്കൂറും കേണൽ പുരോഹിത്തും നിരപരാധിയല്ലാന്ന്. അപ്പം ഒരു സർക്കാരാണ് സൈഡ് എടുക്കുന്നത്. കോർട്ട് കേസ് പോയി അതിൽ പ്രോസിക്യൂഷൻ ആണ് ഏറ്റവും വീക്ക്. 2 കേസിൽ പ്രോസിക്യൂഷൻ വീക്ക് ആയിരുന്നു. പക്ഷെ എവിടെ സർക്കാർ ഒരു കേസിൽ വേറെ ഇതും മറ്റേ കേസിൽ. അപ്പം ഒന്ന് നിങ്ങൾ എതിര് വരുന്നത്, നിങ്ങളെ എതിരായിട്ട് നിൽക്കുന്ന നിങ്ങള് പ്രതിപക്ഷ മുഖ്യമന്ത്രിന്റെ എതിരായിട്ടുണ്ടാവും. രണ്ടാമത് മുസ്ലിംസ് എവിടെയാ ഉള്ളത് അവരെതിരായിട്ടുണ്ടാവും. ദളിതുകൾ എവിടെയാ ഉള്ളത് അവരെതിരായിട്ടുണ്ടാവും. അവർക്ക് ഇഷ്ടപ്പെട്ടാത്ത ആൾക്കാർ, അത് ബിസിനസ്മെൻസും ആവും. ബിസിനസ്മെൻ പറയും ഞങ്ങൾ അവരെ എന്തായാലും. പക്ഷെ ഈ ബില്ല് ബേസിക്കലി പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ മേലെയുള്ള ഒരു ബില്ലാണ്. അപ്പം അവിടെ ഇപ്പൊ സംസ്ഥാനത്തിൽ ഒരു മന്ത്രി ആയാലും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഹി കുഡ് ബി ഓൾസോ എ ബിസിനസ് മാൻ, അവരെ പുറത്താക്കണം. അപ്പം ഇതാണ് ഇതിന്റെ പ്രശ്നം. അതും ഈ സെഷൻ, മോൺസൂൺ സെഷൻ തീർന്ന ഒരു ദിവസം മുമ്പെയാണ് ഈ ബില്ല് അവർ കൊണ്ടുവരുന്നത്. എന്തുകൊണ്ട് അവര് ഈ സെഷൻ തുടങ്ങിയ സമയത്ത് ബില്ല് കൊണ്ടാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവിടെ അയച്ചിട്ട് നമുക്കൊരു ചർച്ച, അല്ലെങ്കിൽ പാർലമെന്റിൽ ഒരു ചർച്ച വേണമല്ലേ ബില്ലിന്റെ മേലെ? അവർക്ക് ചർച്ച വേണ്ട, അവർക്ക് ബില്ല് അല്ല. യഥാർത്ഥത്തിൽ ഡോക്ടർ ഷമ, ഈ ബില്ല് കൊണ്ടുവരുന്നതോടുകൂടി ഇപ്പൊ അത് പാസ്സാകാനുള്ള സാധ്യതയൊക്കെ കുറവാണെങ്കിൽ പോലും ഈ ബില്ല് കൊണ്ടുവരുന്നതോടുകൂടി കോൺഗ്രസ് നിങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം കൂടി ശക്തമാകുമെന്ന് ഭയക്കുന്നുണ്ടോ? ഞങ്ങൾ പറയുന്നത് ഒരു മന്ത്രി, ഒരു മുഖ്യമന്ത്രി ആയാലും ഒരു സംസ്ഥാനത്തിലുള്ള മന്ത്രി ആയാലും ഒരു MP ആയാലും അവര് കുറ്റം ചെയ്ത് ശിക്ഷപ്പെട്ടാൽ അവരെ ആ സ്ഥാനത്ത് നിന്ന് അവരെ മാറ്റണം 110%. ഇപ്പൊ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗില് FIR 45 ദിവസം എടുത്തു അവർക്കിടാൻ. 45. അതും എന്തുകൊണ്ട്? സുപ്രീം കോർട്ട് പറഞ്ഞു ഡൽഹി പോലീസിനോട് ഫയൽ ദി FIR. അതൊരു കോഗ്നിസിബിൾ ഒഫൻസ് ആണ്. സെക്ഷൽ ഹറാസ്മെന്റും molestation comes under cognizable offense. ഇമ്മീഡിയറ്റ്ലി ഡൽഹി പോലീസിന് FIR ഫയൽ ചെയ്യില്ല. അത് 45 ദിവസത്തിന് ശേഷം FIR ഫയൽ ചെയ്ത്. എന്നിട്ടും അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് വിറ്റ്നസസിനെ ഇന്റിമിഡേറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ആ പോസ്കോ കേസിൽ ആദ്യം ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു അവര് നിരപരാധിയാണ്, അല്ല ഇദ്ദേഹം കുറ്റം ചെയ്തു, പിന്നെ പറയാ ഇദ്ദേഹം ഒന്നും ചെയ്തില്ല. സോ അതെല്ലാം ഡോക്ടർ ഷമ, ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ജയിലിൽ കഴിയുമ്പോഴും മുഖ്യമന്ത്രിയെ തുടർന്ന അരവിന്ദ് കെജ്രിവാളിനെ ആ സമീപനത്തെ നിങ്ങൾ പിന്തുണയ്ക്കുമോ? അല്ല, ഞാൻ സൈഡും എടുക്കുന്നില്ല. ഞങ്ങൾ പറയാന്ന് പറഞ്ഞാൽ അരവിന്ദ് കെജ്രിവാൾ, ഹേമന്ത് സോറൻ ഉണ്ടായിരുന്നല്ലോ ജയിലില്. പക്ഷെ അപ്പോഴേക്കും അദ്ദേഹം മുഖ്യമന്ത്രി പദവി രാജിവെച്ചിരുന്നു. ഇല്ല, മുഖ്യമന്ത്രി അവര് പറഞ്ഞിരിക്കുക മുഖ്യമന്ത്രിയോ മന്ത്രിയോ MP യോ എല്ലാം ഉണ്ടല്ലോ
ഇതില് ഞങ്ങള് പേരെടുക്കുന്നില്ല. അത് ആരായാലും, അത് അരവിന്ദ് ഏത് അല്ലല്ല ക്ഷമ, ഞാൻ പറഞ്ഞത് സോറന്റെ കേസും കെജ്രിവാളിന്റെ കേസും രണ്ടാണല്ലോ. കാരണം കെജ്രിവാൾ മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഒരാള് മുഖ്യമന്ത്രിയുടെ അവിടുന്ന് സ്ഥാനത്ത് രാജിവെച്ചു. ഞാൻ പറയുന്ന ഏത് മുഖ്യമന്ത്രി ആയാലും ഈ നിയമം തെറ്റാണ്. അത് ഞങ്ങളെ പാർട്ടിയിലായാലും വേറെ പാർട്ടിയിലായാലും BJP-യിലായാലും ഞാൻ നോക്കുന്നില്ല. ഞങ്ങൾക്ക് ജനാധിപത്യത്തിൽ ഇതിൽ പോകണം. ജനാധിപത്യത്തിൽ എങ്ങനെയാ പറയുന്നത് പറഞ്ഞാൽ, നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ there should be an FIR, പിന്നെ ചാർജ് ഷീറ്റ്, പിന്നെ കോർട്ടിൽ കേസ്, പിന്നെ നിങ്ങൾ കൺവിക്ട് ചെയ്യട്ടെ. ശിക്ഷപ്പെടുത്താൽ അദ്ദേഹം ആ സ്ഥാനത്ത് മാറണം. അതാണ് ഞങ്ങൾ പറയുന്നത്. അതാണ് ജനറൽ ഒരു നമ്മളെ ജനാധിപത്യത്തിലുള്ള മൂല്യങ്ങൾ. അപ്പൊ ഇത് എന്താ, ഇത് പുതിയ കാര്യങ്ങൾ എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എല്ലാം ഓൾറെഡി ED, NIA. അല്ല ക്ഷമ, ഞാനൊരു ഒറ്റ കാര്യം ചോദിക്കട്ടെ. അതായത് നമ്മുടെ ഈ രാജ്യത്തിന്റെ നമ്മുടെ ഈ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഈ വലിയ കേസുകളിൽപ്പെട്ട ആരോപണ വിധേയരായവർ, ഇപ്പോൾ കാലിത്തീറ്റ കുംഭകോണ കേസ് അടക്കമുള്ള കേസുകൾ നമുക്കെടുക്കാം. അതിൽ മോറൽ റെസ്പോൺസിബിലിറ്റി, ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് അവർ രാജിവെച്ച സാഹചര്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ KM മാണി കോടതിയുടെ ഒരു പരാമർശം ഉണ്ടായി, സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറയുമ്പോൾ അത് എടുത്തു കാണിച്ച പ്രതിപക്ഷം വലിയ ബഹളം ഉണ്ടാക്കുന്നു, അദ്ദേഹം രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിന്, അതായത് BJP കള്ളക്കേസ്, ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലെയുള്ള ഏജൻസികൾ ഉപയോഗിച്ച് കള്ളക്കേസുകൾ കെട്ടിച്ചമയ്ക്കുന്നു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണമെങ്കിൽ, അപ്പോഴും ഇതേ ധാർമ്മിക പ്രശ്നം ഉണ്ടല്ലോ, അവർക്ക് ഈ പദവിയിൽ തുടരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടല്ലോ. അതിൽ നിന്ന് വ്യത്യസ്തമൊന്നല്ലല്ലോ ഒരു നിയമം കൊണ്ടുവന്നാലും. എന്താണ് അതിനെ വ്യത്യസ്തമാക്കുന്നത്? എന്താണ് കോൺഗ്രസ് അതിൽ ഭയക്കുന്നത്? വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ അവർ കൺവിക്റ്റഡ് അല്ലല്ലോ. ഇപ്പൊ എനിക്ക് നിങ്ങൾ ഗോപി ഒരു MP ആണെന്ന് വിചാരിച്ചു, ഗോപി ഒരു മന്ത്രി, ഗോപി ചിലപ്പം കുറ്റം ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ ആരോപണമുണ്ട് ഗോപിയുടെ മേലെ. ഇത് അന്വേഷണം വേണമല്ലോ അതിന്റെ മേലെ. അപ്പൊ 30 ദിവസം, അവർക്ക് 35 ദിവസം നിങ്ങൾ ഒരു ചാർജിന്റെ അതിന്റെ അകത്ത് ഇടാൻ പറ്റും, ജയിലിന്റെ അകത്ത്. ഇപ്പം ഈ അരവിന്ദ് കെജ്രിവാളിന് ഇട്ട പോലെ. അപ്പൊ ഞങ്ങൾ പ്രൂവ് ചെയ്യണമല്ലോ അത് നിരപരാധിയോ അല്ലെങ്കിൽ അത് ഗിൽറ്റി ആണെന്ന്. നിങ്ങൾ നിരപരാധി ഗിൽറ്റി അല്ലാണ്ട് നിരപരാധിയായിട്ട് നിങ്ങൾ എങ്ങനെ ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കും? അതാ എന്റെ ചോദ്യം. മറ്റേ സൈഡ് നിങ്ങൾ നോക്കണം. ഞാൻ പറയുന്നത് പറഞ്ഞാൽ, സംശയം ഉണ്ടായിട്ട് ഞങ്ങളെ സമയത്ത് അശ്വിനി കുമാർ രാജിവെച്ചിട്ടുണ്ടായിരുന്നു, ഒരു അഴിമതിന്റെ ആരോപണം വന്നേരം. അശോക് ചമൻ രാജിവെച്ചിട്ടുണ്ട്, അഴിമതിന്റെ ആരോപണം. പവൻ ബൻസൽ രാജിവെച്ചിട്ടുണ്ടായിരുന്നു റെയിൽ മന്ത്രിയായ സമയത്ത്. അന്നേരം നമുക്ക് ഇതുണ്ടായിരുന്നു, ഞങ്ങൾ തെറ്റ് ചെയ്താൽ ഞങ്ങൾ രാജിവെക്കണം. പക്ഷെ ഇതിൽ അശ്വിനി കുമാർ എത്ര റെയിൽ ആക്സിഡന്റ് ആയിട്ടും രാജിവെക്കൂല. ഇവിടെ ആരും രാജിവെക്കൂല, അഴിമതി ആയാലും ഇല്ലെങ്കിലും. നാരായൺ റാണെ, ഹേമന്ത ബിശ്വാസ ശർമ്മ, സുവിന്ദു അധികാരി, അവരെല്ലാം അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയാണ്. ഇപ്പൊ വ്യാപം കേസുള്ള ഏറ്റവും വലിയ ആളാണ് മറ്റേ അവിടുത്തെ മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ. പക്ഷെ അതെല്ലാം അവരെ ക്ലോസ് ചെയ്യും കേസ്. അതാണ് പറയുന്നത്. യെദ്യൂരപ്പന്റെ കാര്യം, യെദ്യൂരപ്പ ഇസ് കൺവിക്റ്റഡ്, മനസ്സിലാക്കണം. അപ്പൊ എന്നിട്ടും അതാ ഞാൻ പറയുന്നത്, ഞങ്ങൾ ഒരാള്, നിങ്ങൾ അതിന്റെ അന്വേഷണം ചെയ്യൂ, എന്നിട്ട് അവരെ കൺവിക്ട് ചെയ്യൂ, എന്നിട്ട് എന്നാ നിങ്ങൾ അവിടുന്ന് രാജിവെക്കണം. പക്ഷെ ഒരാൾ തെറ്റ് ചെയ്യാണ്ട് നമുക്കറിയില്ല. ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ NIA ആയാലും ഈ നമ്മളെ CBI ഒരാൾക്കും വിശ്വാസം ഇല്ല. അവരെല്ലാം they are all controlled by the central government. കേന്ദ്ര സർക്കാർ അവരെ കൺട്രോൾ ചെയ്യാം. അവർക്ക് എന്ത് ഇടാം കമ്പ്യൂട്ടറിന്റെ അകത്ത്. നിങ്ങൾ ഭീമാ കോരേഗാവ് കേസ് വായിക്കണം, അതിനെപ്പറ്റി പഠിക്കണം. എത്ര കാര്യങ്ങൾ അവർ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ ഇട്ടത്. ഓരോരോ സ്റ്റാൻ സ്വാമി ആയാലും ഓരോ വ്യക്തിന്റെ ഉള്ളിൽ, ഓരോ നേതാവിന്റെ ഉള്ളിൽ അവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ അവരെ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലാണ് അവര് എവിഡൻസ് ഇട്ട്. അത് പ്രൂവ് ചെയ്തിരിക്കുക അമേരിക്കയിലെ ഡിറ്റക്റ്റീവ് ഏജൻസീസ് എല്ലാം. അപ്പൊ അങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അവർക്ക് തെളിവ് കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ ഇട്ടൂടെ, എന്നിട്ട് പറയാം ഇവര് കുറ്റം ചെയ്തെന്ന്. അത് ആരെ നമ്മളെ സംരക്ഷിക്കും എന്നേരം? ഈ മുഖ്യമന്ത്രിനാ. ശരി ഡോക്ടർ ഷമ. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഈ ജനാധിപത്യ സംവിധാനത്തിൽ നിയമ സംവിധാനവും നിയമവ്യവസ്ഥിതിയും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച്, ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മനസാക്ഷിയും അതിൽ നിന്ന് വരുന്ന ധാർമ്മിക ബോധവും. ഇപ്പോൾ ഒരു ട്രെയിൻ അപകടമുണ്ടായി, റെയിൽവേ മന്ത്രി രാജിവെച്ച അത്രയും ഉയർന്ന ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ചരിത്രമുള്ള രാജ്യമാണ് നമ്മുടേത്. അവിടെ ഇതുപോലെയുള്ള വലിയ അഗ്നിപരീക്ഷകളൊക്കെ നേരിട്ടിട്ടാണ് ആ പദവിയിൽ തുടരുന്നതും പദവിയിലേക്ക് ജനപ്രതിനിധികൾ എത്തുന്നതുമൊക്കെ നമുക്കറിയാം. അവിടെ ഇങ്ങനെയൊരു നിയമത്തിൻ്റെ സാങ്കത്യം എന്താണ്? ഇപ്പോൾ BJP സർക്കാർ പറയുന്നത് പോലെ ഇത് ഈ ജനാധിപത്യത്തെ ശുദ്ധീകരിക്കുക എന്ന ഒരു സോദ്ദേശം ഈ ബില്ലിന് പുറകിലുണ്ട് എന്നാണോ താങ്കളെപ്പോലെ ഒരു നിയമജ്ഞൻ അല്ലെങ്കിൽ ഒരു ഭരണഘടന അറിയുന്ന ഒരു വ്യക്തി കാണുക? അതല്ല ഇതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്നാണോ? നമ്മൾ ഇവരുടെ സോദ്ദേശത്തെ
എത്രത്തോളം സംശയിക്കണം? ഭരണഘടനയും നിയമങ്ങളും രാഷ്ട്രീയവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഒരു റെയിൽവേ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ റെയിൽ മന്ത്രി രാജിവെക്കുക എന്ന് പറയുന്നത് സ്വന്തം മനസാക്ഷി അനുസരിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലുള്ള സാഹചര്യങ്ങൾ നേരിടാനല്ല ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ചീഫ് മിനിസ്റ്ററെ അറസ്റ്റ് ചെയ്യുന്നു. സെൻട്രൽ ഏജൻസി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു ഇത് കള്ളക്കേസിൽ കുടുക്കിയതാണ്, ഞാൻ ഇതിനകത്ത് പങ്കാളിയല്ല എന്ന് പറയുന്നു. മനസാക്ഷി അനുസരിച്ച് കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മുഖ്യമന്ത്രി, അദ്ദേഹം ശരിയോ തെറ്റോ ആയിക്കൊള്ളട്ടെ. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരാൾ നിരപരാധിയാണ്. എവിടം വരെയാണ്? ഒരു കോടതിയിൽ കുറ്റം സംശയാതീതമായിട്ട്, സംശയത്തിൻ്റെ നിഴല് പോലും ഇല്ലാതെ ഇയാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുന്നത് വരെ അയാൾ നിരപരാധിയാണ്. ആ നിരപരാധി അല്ല, ഇയാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയാൽ ആ നിമിഷം ആ സ്ഥാനം നഷ്ടപ്പെടും, ഡിസ്ക്വാളിഫൈഡ് ആകും. അത് ജനപ്രാതിനിധ്യ നിയമത്തിൽ സെക്ഷൻ 8 പറയുന്നുണ്ട്. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ, കോടതി കണ്ടെത്തിയാൽ ആ നിമിഷം മുതൽ അയോഗ്യനാകുന്നു. അത് ശിക്ഷ എത്രയുണ്ടോ ആ ശിക്ഷ കഴിഞ്ഞതിന് ശേഷം 6 വർഷം വരെ അയോഗ്യനാണ്. അവിടെ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ട് സെക്ഷൻ 84 എഴുതി ചേർത്തിരുന്നു ജനപ്രാതിനിധ്യ നിയമത്തിൽ. അതിൽ പറയുന്നത് ഒരു അപ്പീലോ റിവിഷനോ കൊടുക്കുന്നിടം വരെ ഈ കൺവിക്ഷൻ, അതായത് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് നിൽക്കില്ല എന്നൊരു അമെൻമെൻറ്റ് കൊണ്ടുവന്നത് കോടതി തള്ളിക്കളഞ്ഞു. ലില്ലി തോമസിൻ്റെ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു ഇല്ല, കൺവിക്ഷൻ ആ സെക്കൻഡിൽ, അയോഗ്യത ആ നിമിഷം എവിടെയാണ്? കോടതി ഒരാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്ന നിമിഷം വരും. എന്തുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അന്വേഷണ ഏജൻസികൾ, നമ്മുടെ നിയമത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ആർക്കെതിരെയും ആർക്കെങ്കിലും ഒരു കേസ് കൊടുക്കാം, ക്രിമിനൽ കേസ് ആർക്കെതിരെയും കൊടുക്കുന്നതിന് തടസ്സമില്ല. ആരോപണങ്ങൾ കൊണ്ട് ആരോപണങ്ങൾ ശരിയാകണമെന്നില്ല. ആരോപണം നേരിടുന്ന വ്യക്തിക്ക് അത് കോടതിയിൽ അതിൻ്റെ സുതാര്യമായ ഒരു സംവിധാനത്തിൽ പോയി നിന്ന് നേരിടാനും ചോദ്യങ്ങളെ ക്രോസ് എക്സാമിനേഷൻ ചെയ്യാനും എവിഡൻസ് കൊണ്ടുവരുന്ന തെളിവുകൾ പരിശോധിക്കാനും, ഇത് ഞാനല്ല, അവിടെ ഞാനില്ലായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഡിഫൻസ് പറയാനൊക്കെയുള്ള സാഹചര്യം വേണം. ഇതെല്ലാം കഴിഞ്ഞ് സുതാര്യമായ മാർഗത്തിലൂടെ കോടതി സംശയരഹിതമായിട്ട് കണ്ടെത്തണം ഇയാൾ തന്നെയാണ് കുറ്റക്കാരൻ. ഈ കുറ്റം ആരോപിക്കപ്പെട്ട ആൾ ഇതിൽ സംശയരേശമന്യേ ഇയാൾ തെളിഞ്ഞിരിക്കുന്നു എന്ന് കണ്ടെത്തുകയാണെങ്കിൽ ആ നിമിഷം അയോഗ്യനായിക്കൊള്ളട്ടെ. അതിനു മുമ്പ് ഏജൻസികൾ ഒരാളെ അറസ്റ്റ് ചെയ്യുകയാണ്, കോടതിയിൽ പോയി ജാമ്യം കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നേരത്തെ BJP പ്രതിനിധി പറഞ്ഞ എന്താണ്? ഇത് എല്ലാവർക്കും തുല്യമായിട്ട് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്താലും മന്ത്രിമാരെ അറസ്റ്റ് ചെയ്താലും പ്രധാനമന്ത്രിയെ, മന്ത്രിമാരെയൊക്കെ, കേന്ദ്രമന്ത്രിമാരെ അറസ്റ്റ് ചെയ്താലും ഒക്കെ ഇത് ബാധകമാണെന്നാണ് നിയമത്തിൽ, ഈ ഭരണഘടനാ ഭേദഗതിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള നിയമങ്ങൾക്ക് നമ്മൾ പറയും ഫേഷ്യലി ന്യൂട്രൽ. ഒറ്റ നോട്ടത്തിൽ ഇത് വളരെ നിഷ്പക്ഷമാണെന്ന് തോന്നും. എന്തുകൊണ്ടാണ്? ഇത് നിങ്ങൾക്ക് മാത്രമല്ലല്ലോ, കോൺഗ്രസിൻ്റെ മന്ത്രിമാർക്ക് മാത്രമല്ല, BJP ഇതര മന്ത്രിസഭയ്ക്കും കേന്ദ്രമന്ത്രിസഭയ്ക്കും ഒക്കെ ബാധകമാണ്. പക്ഷേ ഈ ഗ്രൗണ്ടിലെ റിയാലിറ്റി എന്താണ്? CBI, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മുതലായ അന്വേഷണ ഏജൻസികളുടെ സുതാര്യത, അവരുടെ വിശ്വാസ്യത കോടതികളാണ് ചോദ്യം ചെയ്യുന്നത്. ഈ സുതാര്യമായ സംവിധാനത്തിൽ വന്ന് അവിടെ ക്രോസ് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ആ തെളിവുകൾ അവിടെ കൊണ്ടുവരുമ്പോൾ കോടതി പറയും ഇതെന്ത് തെളിവാണ്, ഇങ്ങനെയൊരു ഹരാസ്മെൻറ്റ് പാടില്ല എന്ന് സുപ്രീം കോടതിയിൽ നിന്ന് നിരന്തരം ശകാരം കേട്ടുകൊണ്ടിരിക്കുകയാണ് CBIക്കും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനും ഒക്കെ. പലപ്പോഴും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേസുകളിലെ ബഹുഭൂരിപക്ഷവും കുറ്റം തെളിയിക്കപ്പെടാതെ വിട്ടുപോവുകയാണ്. ചിലതിലൊക്കെ കള്ളക്കേസുകളാണെന്ന് കോടതി രേഖപ്പെടുത്തുന്ന അവസ്ഥ വരികയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് വെറുതെ നോക്കുമ്പോൾ ആ നിയമം ഫേഷ്യലി ന്യൂട്രലാണ്. ഇങ്ങനെയുള്ള നിയമത്തിന് ഞാൻ ഇപ്പോൾ നേരത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞു, നിയമത്തിൽ നിന്ന് 1-2 ഉദാഹരണങ്ങൾ പറയാം. അതായത് ഒരു വിഭാഗം ആളുകൾ മാത്രം ചെയ്യുന്നൊരു കാര്യം, ഉദാഹരണത്തിന് ഒരു വർക്ക് പ്ലേസിൽ ഒരു നിയമം വെക്കുകയാണെന്ന് വെക്കുക. ഇവിടെ ആർക്കും ആർത്തവത്തിന് അവധിയില്ല, എല്ലാവരും എല്ലാ ദിവസവും വർക്ക് ചെയ്യണം. അതായത് മെൻസ്ട്രൽ ലീവ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണിനും ഇല്ല പെണ്ണിനും ഇല്ല അവധി, എല്ലാവരെയും തുല്യരായിട്ടാണ് കണക്കാക്കുന്നത് എന്നാണ് ആ നിയമം വിവക്ഷിക്കുന്നത്. പക്ഷേ അതിൽ ഡിസ്ക്രിമിനേറ്റഡ് ആകുന്നത് മെൻസ്ട്രേഷന് ആ ലീവ് ആവശ്യമുള്ളവരാണ്. ആർത്തവത്തിൻ്റെ അവധി സ്ത്രീകൾക്ക് ആവശ്യമുണ്ട്, അത് കിട്ടാതെ വരുമ്പോൾ അവിടെ ഡിസ്ക്രിമിനേറ്റഡ് ആവും. കർണാടകത്തിലൊരു നിയമം കൊണ്ടുവന്നു, ഇവിടെ ആരും ഹിജാബ് ഒന്നും ഇടണ്ട, മുസ്ലിങ്ങളാണെങ്കിലും അമുസ്ലിങ്ങളാണെങ്കിലും ഹിജാബ് ഇടണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിജാബ് ഉപയോഗിക്കുന്ന ആരാണ്? ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ഈ ഡിസ്ക്രിമിനേഷൻ വരുന്നുള്ളൂ. ഇവിടെ പ്രധാനമന്ത്രി ആരും അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇവിടെ ഇത് നേരിടുന്നത്, ഈ പ്രശ്നം നേരിടാൻ പോകുന്നത് മിക്കവാറും ഓപ്പോസിഷൻ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലായിരിക്കുമെന്ന് നമുക്ക് അത് ഈ പ്രതിപക്ഷ കക്ഷികൾ പേടിക്കുന്നതിൽ അർത്ഥമുണ്ട്. കോടതിയിൽ ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പ്രയാസം എന്താണെന്ന് വെച്ചാൽ ഇത് ഭരണഘടനാ ഭേദഗതിയായിട്ടാണ് കൊണ്ടുവരുന്നത്.
ഒരു സാധാരണ നിയമം അനുസരിച്ച് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്, പാർലമെന്റ് പാസ്സാക്കിയ ഏതെങ്കിലും ഒരു നിയമത്തിൽ ഒരാൾ അയോഗ്യനായിട്ട് കൽപ്പിക്കപ്പെടുകയാണെങ്കിൽ ആ നിമിഷം സ്ഥാനം നഷ്ടപ്പെടുമെന്ന് ഭരണഘടനയിൽ 102(1)E പറയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് അങ്ങനെ ഒരു നിയമം, സാധാരണ നിയമം കൊണ്ടുവരുന്നതിന് പകരം ആർട്ടിക്കിൾ 75 ആർട്ടിക്കിൾ 164 ഒക്കെ അമെൻഡ് ചെയ്ത്, ഭരണഘടന തന്നെ അമെൻഡ് ചെയ്ത് ഭരണഘടനയിൽ എഴുതി ചേർക്കുകയാണ് അയോഗ്യനാകാനുള്ള ഒരു കണ്ടീഷൻ. 30 ദിവസത്തിൽ കൂടുതൽ കസ്റ്റഡിയിലായി കഴിഞ്ഞാൽ അയോഗ്യരാകുമെന്ന് പറയുന്നു. ഇങ്ങനെ ഒരു നിയമം ഭരണഘടനാപരമായി അസാധുവാണെന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ കോടതിക്ക് ഇത് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെതിരാണെന്ന് പറയേണ്ടി വരും. ഇത് പാസ്സാകുകയാണെങ്കിൽ. ഇപ്പോൾ പാസ്സാകുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. സുപ്രീം കോടതി സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള നിയമങ്ങളെപ്പറ്റി പറയുന്ന ഒരു സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്ന ഒരു ലൈനുണ്ട്. The law in its majestic equality forbids rich and poor alike to sleep under the bridges, to beg in the streets and to steal their bread. അനറ്റോൾ ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു തത്വചിന്തകൻ പറഞ്ഞ കാര്യമാണ്. അതായത് ഈ പാലത്തിൻ്റെ അടിയിൽ കിടന്ന് ഉറങ്ങുന്നതും ബ്രെഡ് മോഷ്ടിക്കുന്നതും ഒക്കെ തുല്യമായിട്ട് നിരോധിച്ചിരിക്കുകയാണ്. ആരാണിത് കക്കുന്നത്? പൂവറാണ്, അല്ലാതെ ദരിദ്രനാണ് ഇത് ചെയ്യുന്നത്, അല്ലേ? സമ്പന്നനായിട്ടുള്ള ഒരാൾക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നിയമം ഒറ്റ നോട്ടത്തിൽ തോന്നുമോ ഇത് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിമാർക്കും എല്ലാവർക്കും ബാധകമാണ്. പക്ഷേ ഇത് ആക്ച്വൽ ഗ്രൗണ്ടിൽ വരുമ്പം അതിൽ പ്രയാസം അനുഭവിക്കാൻ പോകുന്നത് ഒന്നുകിൽ ഓപ്പോസിഷൻ പാർട്ടികളുടെ നേതാക്കന്മാരായിരിക്കും, ഇല്ലെങ്കിൽ ഒരുപക്ഷെ അതേ പാർട്ടിയിൽ തന്നെ ഉള്ളവർ, ഒരു റിബലായിട്ട് വരുന്നവർ ഒരുപക്ഷെ ഇങ്ങനെയുള്ള കേസുകളിൽ വേണമെങ്കിൽ സെൻട്രൽ ഏജൻസിക്ക് അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോടതികൾ വളരെ സ്ലോ ആയിട്ടാണ് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഏതെങ്കിലും കാരണവശാൽ 30 ദിവസത്തിനകത്ത് ബെയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ആ സ്ഥാനം നഷ്ടപ്പെടുകയാണ്. ഇവിടെ നേരത്തെ ശ്രീ ഡിന്നി പറയുകയാണ് ഇത്രയും പവർഫുൾ ആയിട്ടുള്ളവർക്ക് ബെയിൽ എടുത്തുകൂടെ. അത് നേരെ തിരിച്ച് നമ്മുടെ ബർഡൻ, ഈ കുറ്റാരോപിതന് ഇത് തെളിയിക്കണം, ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്നത് പോലെയാണ്. അതിന് പകരം നേരെ തിരിച്ച് ഈ ആരോപണം ഉന്നയിക്കുന്നവർ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളാണ് അവിടെ തെളിയിക്കേണ്ടത്. അവിടെ കോടതി അത് കണ്ടെത്തിയാൽ മാത്രമേ, കോടതി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഒരാൾക്ക് കുറ്റക്കാരനെന്ന് നിയമത്തിന്റെ മുന്നിൽ കാണാൻ കഴിയൂ. അതുകൊണ്ട് ഇത് ഭരണഘടനാ ഭേദഗതിയായിട്ട് വന്നാൽ പോലും ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെതിരാണ് എന്ന് പറഞ്ഞ് കോടതിയിൽ ചാലഞ്ച് ചെയ്യാൻ പറ്റും. അത് പോകുമെന്നാണ് എൻ്റെ വിശ്വാസം. ശരി, അതായത് ഭരണഘടനാ വിരുദ്ധം ആണ് ഈ നീക്കം എന്ന പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ നിലപാട് കോടതിയിൽ അംഗീകരിക്കപ്പെടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് എന്നാണല്ലോ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ താങ്കൾ വിശ്വസിക്കുന്നതും താങ്കൾ ഇവിടെ പറഞ്ഞതും. ശരി, 30 ദിവസം തടവിലായാൽ മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടപ്പെടുന്ന ബില്ല്, ആ പുതിയ ബില്ല് എതിർക്കപ്പെടേണ്ടത് എന്തുകൊണ്ട് എന്നതാണ് പ്രതിപക്ഷ കക്ഷികൾ വിശദീകരിക്കുന്നത്. അതേസമയം തന്നെ അഴിമതി രഹിത സദ്ഭരണം എന്ന സോദ്ദേശത്തിലാണ് ഈ ബില്ല് അവതരിപ്പിക്കുന്നതെന്ന് പറയുന്നു. ഏതായാലും സർക്കാരിൻ്റെ ഉദ്ദേശം ഉടച്ചു വാർക്കലാണോ അതോ തുടച്ചു നീക്കലാണോ? ഇതാണ് എൻകൗണ്ടർ ഇന്ന് പരിശോധിക്കുന്നത്. ഡോക്ടർ വി ശിവദാസൻ, ഒന്നാമത്തെ കാര്യം, എന്താകും ഈ ബില്ലിൻ്റെ ഭാവി? രണ്ടാമത്, നേരത്തെ ശ്രീ എസ് ഡിന്നി സംസാരിച്ചപ്പോൾ പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും അഴിമതി ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുകയല്ലേ എന്ന്. പെട്ടെന്നൊരു മറുപടി, കാരണം സമയം കുറവായതുകൊണ്ടാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സുതാര്യമായും നീതിയുക്തമായും പ്രവർത്തിക്കുന്ന ഒരു ഓഫീസാണ്. അത് നരേന്ദ്രമോദിയുടെ ഓഫീസ് പോലുള്ള ഒന്നല്ല. 2, ഈ ഗവൺമെൻറ് ഈ ബില്ലുമായി മുന്നോട്ട് പോയാൽ അതിശക്തമായിട്ടുള്ള ജനകീയ സമരം ഉയർന്നു വരും. നിങ്ങൾ ആലോചിക്കുക, പ്രബീർ പുർക്കായസ്തെ എന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രപ്രവർത്തകൻ, നിങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുള്ളത് 225 ദിവസമാണ്. എന്നിട്ട് ഒടുവിൽ സുപ്രീം കോടതി പറഞ്ഞു ഈ കേസ് തന്നെ ഇദ്ദേഹത്തിനെതിരെ ചാർജ് ചെയ്തിട്ടുള്ള പലതും ഇൻവാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് സുപ്രീം കോടതി പറയുന്നതിലേക്ക് പോയി. ഇപ്പോൾ സിദ്ധാർത്ഥ് വരദരാജൻ, കരൺ താപ്പറിനെതിരെ ഇപ്പോൾ ഒരു വരദരാജനെതിരായിട്ടും താപ്പറിനെതിരായിട്ടും ആസാമിൽ ഇപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. എന്തുമാത്രം നിന്ദ്യമായ നിലയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര ആളുകളാണ് ഇപ്പോൾ തന്നെ ജയിലിലടക്കപ്പെട്ടിട്ടുള്ളത് വ്യത്യസ്ത കേസുകളിൽ. ആ കേസിലടക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നല്ലോ നമ്മുടെ സ്റ്റാൻ സ്വാമി. അദ്ദേഹം ഒടുവിൽ എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് രാജ്യത്തെമ്പാടും. ഇന്നലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്കെതിരായിട്ട് അവർ ഫലസ്തീന് സോളിഡാരിറ്റി പ്രഖ്യാപിച്ച് മുദ്രാവാക്യം വിളിച്ചു എന്നുള്ളതിൻ്റെ ഒരു കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസം മുമ്പായിരുന്നു CPIMൻ്റെ നേതൃത്വത്തിൽ ഫലസ്തീൻ അനുകൂല റാലി മഹാരാഷ്ട്രയിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി നിഷേധിച്ചത്. ഇങ്ങനെ രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളെയും പ്രതിപക്ഷ പാർട്ടികൾക്കെതിരായി ഉപയോഗിക്കുന്നു. അതിനൊപ്പം തന്നെ ഇവരുടെ ഭരണ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെ ജയിലിലടക്കുന്നു. ആരെല്ലാമാണോ അഴിമതിക്കാർ BJPയുടെ ഭാഗമായി ചേരുന്നത്, RSSൻ്റെ ഭാഗമായി ചേരുന്നത്, അവരെ യാതൊരുവിധ അന്വേഷണവും ഇല്ലാതെ അവരുടെ കുറ്റകൃത്യങ്ങളെല്ലാം ഒന്നുമേ തെറ്റ് ചെയ്യാത്തവരായി അവരെ മാറ്റി തീർത്ത്
ജനങ്ങൾക്ക് മുമ്പിൽ പുണ്യാളന്മാരെ അവതരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ള കാഴ്ച നമ്മൾ കാണുകയാണ്. ഇത് തുടരാൻ അനുവദിച്ചുകൂടാ. എൻകൗണ്ടറുകൾ നടത്തിയിട്ട് ഫേക്ക് എൻകൗണ്ടറുകളിലൂടെ മരണപ്പെട്ട ആളുകളുടെ കണക്ക് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എത്രമേൽ ഭീകരമാണ് ചിത്രം. ഫേക്ക് എൻകൗണ്ടറുകൾ, ആളുകൾ കൊല ചെയ്യപ്പെടുന്നു, ആളുകളെ കള്ളക്കേസുകൾ കുടുക്കി ജയിലിലടക്കുന്നു, ജയിലുകളിൽ ഭക്ഷണവും ചികിത്സയും കിട്ടാതെ അവർ പെടഞ്ഞു മരിക്കുന്നു. എല്ലാ തരത്തിലുള്ള നീതിരഹിതമായിട്ടുള്ള ഒരു ഭരണം രാജ്യത്ത് നടക്കുകയാണ്. ഇദ്ദേഹം പറഞ്ഞത് കൂട്ടത്തിൽ BJPയുടെ പ്രതിനിധി, ബഹുമാന്യനായ പ്രതിനിധി ജോസ് കെ മാണിയെക്കുറിച്ചും KM മാണിയെക്കുറിച്ചും പറഞ്ഞിരുന്നു. ജോസ് കെ മാണി ഞങ്ങളുടെ സഹപ്രവർത്തകനാണ്. അദ്ദേഹത്തിനെതിരായി ഞങ്ങൾ ആക്ഷേപങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല. KM മാണിയെക്കുറിച്ച് ആരാണ് ആക്ഷേപം ഉന്നയിച്ചതെന്ന് അദ്ദേഹത്തിന് അറിയാത്തതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഈ ബില്ലിന്റെ പിന്നിലുള്ള താല്പര്യങ്ങൾ സംശയിക്കപ്പെടുന്നതെന്നും എന്തുകൊണ്ടാണ് ഒരു കോടതിയിൽ ചെന്നാൽ ഈ ബില്ലിലെ വ്യവസ്ഥകൾ നിലനിൽക്കുന്നതല്ല, ഇത് കോടതി ഇതിനകത്ത് ഇടപെടും എന്ന് പറയുന്നതും എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഇതിനെ എതിർക്കുന്നതെന്നും താങ്കൾക്ക് വ്യക്തമാകുന്നുണ്ടോ? നോക്കൂ, അതിൻ്റെ മറുപടിയായിട്ട് 1-2 പോയിന്റ്സും കൂടെ ഞാൻ പറയുന്നത്. ഇപ്പം ബഹുമാനപ്പെട്ട MP ഡോക്ടർ ശിവദാസൻ അദ്ദേഹം മാധ്യമങ്ങളെക്കുറിച്ച് പറഞ്ഞു. നമ്മുടെ തന്നെ കേരളത്തിൽ തന്നെ പല മാധ്യമങ്ങൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട്, പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർ അഗെയിൻസ്റ്റ് ആയിട്ട്, ഞാൻ പേര് തന്നെ പറയാം, വിനു വി ജോണിനെ പോലുള്ള മാധ്യമ പ്രവർത്തകർ അഗെയിൻസ്റ്റ് കേസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പോൾ പലസ്തീൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ ശബരിമല വിഷയത്തിൽ ധാരാളം ആളുകൾ ഇപ്പോഴും കേസുണ്ട്, അത് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ അങ്ങോട്ട് കൂടുതൽ കടക്കുന്നില്ല. ഇനി അങ്ങയുടെ ചോദ്യത്തിലും അതിൻ്റെ ഉത്തരവും ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം നമ്മൾ നേരത്തെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ അദ്ദേഹം ഒരു കേസിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അതായത് ലില്ലി തോമസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ആ കേസിൻ്റെ, അതായത് സെക്ഷൻ 8(4) റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് സുപ്രീം കോടതി സ്ട്രൈക്ക് ഡൗൺ ചെയ്തപ്പം അന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി, അതായത് എന്താ ചെയ്തത് അന്ന് അദ്ദേഹം, ശ്രീ രാഹുൽ ഗാന്ധി അന്ന് മൻമോഹൻ സിംഗ് ഗവൺമെൻറ് ആ 2013 സുപ്രീം കോടതി ഓർഡറിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നു. ശ്രീ രാഹുൽ ഗാന്ധി അന്ന് പബ്ലിക്കായിട്ട് ഒരു പ്രസ് മീറ്റിന് മുമ്പിൽ വെച്ചിട്ട് ആ ഓർഡിനൻസ് വലിച്ചു കീറി കളഞ്ഞിട്ട് കംപ്ലീറ്റ് നോൺസെൻസ് എന്നാണ് പറഞ്ഞത് അന്ന്. ഇന്ന് അതേ ശ്രീ രാഹുൽ ഗാന്ധി അന്ന് ആ ഒരു കാര്യം ഡോക്ടർ മൻമോഹൻ സിംഗ് എടുത്തത് എനിക്ക് തോന്നുന്നു ലാലു പ്രസാദ് യാദവിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള രീതിയായിരുന്നു. പക്ഷെ ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധി ഇതേ ശ്രീ ലാലു പ്രസാദ് യാദവുമായിട്ട് ബീഹാറിലിരിക്കുമ്പം ഇപ്പം ഈ കൊണ്ടുവരുന്ന അഴിമതിക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഈ ബില്ല് ശരിയല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്സോ അത് ഞാൻ പബ്ലിക്കിലേക്ക് വിടുകയാണ്. അവർ തന്നെ അതിനെ വിലയിരുത്തട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാം. ഇനി ഒരു കാര്യം കൂടെ, ശ്രീ അഡ്വക്കേറ്റ് പത്മനാഭൻ പറഞ്ഞു, അതായത് ഇത് ഫേഷ്യലി ന്യൂട്രൽ ആണെന്ന്. എനിക്ക് തോന്നുന്നു ഇറ്റ്സ് നോട്ട് ഫേഷ്യലി ന്യൂട്രൽ. ഇറ്റ് ഇസ് സ്റ്റോപ്പിംഗ് റൂൾ ഇൻ അബ്സെൻഷ്യ എന്നുള്ള ഒരു കാര്യത്തിന് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരു കാര്യം. രണ്ടാമതായിട്ട് ശ്രീ അഡ്വക്കേറ്റ് പ്രശാന്ത് അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഈ BJP സർക്കാർ മാത്രമല്ല എപ്പോഴും എല്ലാ സ്റ്റേറ്റിലും, അല്ലെങ്കിൽ എപ്പോഴും ഇൻ പെർപെച്വാലിറ്റി BJP സർക്കാർ അല്ല. ഇനി ആര് വന്നാലും ഇതേ റൂൾ തന്നെയാണ് ആപ്ലിക്കബിൾ. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, ഇതൊരു ഒരു പണിഷ്മെന്റ് അല്ല. അതായത് ഈ ഒരു മന്ത്രിയെ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി 30 ദിവസം ജയിലിൽ പോവുകയാണെങ്കിൽ മാറണം, അല്ലെങ്കിൽ അതിനൊരു പണിഷ്മെന്റ് അല്ല, അതൊരു പ്രൊസീജിയറാണ്. ഞാൻ എന്താണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്? 48 മണിക്കൂർ ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ ഒരു അറസ്റ്റ് ആയി കഴിഞ്ഞാൽ സസ്പെൻഷനിലാവുന്ന അതേ രീതി തന്നെയാണ്. ആ സസ്പെൻഷനിലായി കഴിഞ്ഞാൽ വീണ്ടും വാദിക്കാം, തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയാം, തെറ്റ് ചെയ്തില്ലെങ്കിൽ വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യാം. ഈ സംവിധാനങ്ങളൊക്കെ BJPയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നു, അവരുടെ ഉപകരണമായി മാറുന്നു എന്ന ആക്ഷേപത്തിന്റെ വെളിച്ചത്തിലാണല്ലോ ഇതെല്ലാം സംശയിക്കപ്പെടുന്നത്. ഒരൊറ്റ മിനിറ്റ് ഡോക്ടർ ഷമ, വളരെ പെട്ടെന്ന് താങ്കളുടെ മറുപടി. അല്ല, ഇത് ഈ രാഹുൽ ഗാന്ധി ഒരു ഓർഡിനൻസ് ഒന്നും കീറിയിട്ടില്ല. ഞങ്ങളെ പാർട്ടി ആരാ തെറ്റ് ചെയ്യുന്ന നമ്മൾ അവരെ മേലെ നടപടിയെടുക്കും. നമ്മൾ കണ്ടത് UPയുടെ സമയം എത്ര മന്ത്രികളാണ് അവര്, അശ്വിനി കുമാർ ആയാലും, ഞാൻ പറഞ്ഞ പോലെ പവൻ ബൻസലായാലും രാജിവെച്ചു. 2G സ്കാമുള്ള സമയത്തും ഞങ്ങളാണ് CBI പ്രോബ് തുടങ്ങിയത്. നിങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളെ സ്വന്തം CBI പ്രോബ്. ഇവിടെ അശ്വിനി വൈഷ്ണവ് രാജിവെച്ചിട്ടില്ല. പഹൽഗാം, മണിപ്പൂർ, മറ്റേ പുൽവാമ, എന്തുകൊണ്ട് ഹോം മിനിസ്റ്റർ ഇതൊരു അമിത്ഷാ രാജിവെച്ചിട്ടില്ല? ആരാ ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തം? അമിത്ഷാ. ഇവിടെ ആരും രാജിവെക്കുന്നില്ല, ആരും കുറ്റം ചെയ്യുന്നില്ല. എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ ചൂണ്ടിക്കാണിക്കും. ഞങ്ങളെ സമയത്തും ഓരോ മന്ത്രി എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ രാജിവെക്കും. AK ആന്റണി മറ്റേ ഒരു സമയത്ത് നമ്മളോട് പറഞ്ഞതാണ്, ജോയിന്റ് JPC പ്രോബിന് വരെ എന്ത് നമ്മളെ ഇവിടെ ഡിഫൻസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായി, JPC അഗസ്ത വെസ്റ്റലിന്റെ സമയത്ത് വരെ JPC പ്രോബിന് നമ്മൾ തയ്യാറായിരുന്നു. നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ എന്ത് ചെയ്താലും ആരും കുറ്റം ചെയ്തിട്ടില്ല, ഒരു മന്ത്രിയും രാജിവെക്കൂല. അതാണ് പ്രശ്നം. ഈ ബില്ലിന് ഞങ്ങൾ എതിർക്കും. ഇത് വെറും നിങ്ങൾക്ക് എല്ലായിടത്തും
ബിജെപിയുടെ സർക്കാർ കൊണ്ടുവരാണ് ഈ രാജ്യത്തെ ദിവ്യദേശി സർക്കാർ കൊണ്ടുവരാനുള്ള അതിനാണ് ഈ ബില്ല് നിങ്ങൾ കൊണ്ടുവരാൻ അത് ഞങ്ങൾ വിടില്ല. ശരി, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭന്റെ ഒരു 1 മിനിറ്റിൽ ഒരു മറുപടി തരാമോ താങ്കൾക്ക്? 1 മിനിറ്റിൽ, സമയം കുറവാണ് അതാ. അതായത് BJP പ്രതിനിധി ശ്രീ ഡിന്നി പറഞ്ഞത് ഒരു വ്യത്യാസമുണ്ട്. രാഹുൽ ഗാന്ധി എതിർത്ത ഓർഡിനൻസ് ഒരു കോടതി ശിക്ഷിച്ച കേസിലെ കാര്യമാണ്. കോടതി ശിക്ഷിച്ചു കഴിഞ്ഞാൽ കൺവിക്ഷൻ 3 മാസത്തേക്ക് ഡെഫർ ചെയ്യണമെന്നാണ് പാർലമെന്റ് കൊണ്ടുവരുന്ന ഓർഡിനൻസ്. അതിനെയാണ് എതിർത്തത്. ഇപ്പോൾ കൊണ്ടുവന്നത് കോടതി ശിക്ഷിക്കുന്നതിന് മുമ്പുള്ള സ്റ്റേജിലാണ്. ഒരാളെ കസ്റ്റഡിയിൽ വെക്കണം, അന്യായമായിട്ടായിരിക്കാം. അന്വേഷണ ഏജൻസികൾ 30 ദിവസം കസ്റ്റഡിയിൽ വെക്കുകയാണെങ്കിൽ ആ സ്ഥാനം പോകുന്നതാണ്. അത് വലിയൊരു വ്യത്യാസം. രണ്ടിന്റെ സ്പിരിറ്റ് അന്ന് അദ്ദേഹം കറപ്ഷന്റെ അഗേൻസ്റ്റ് ആയിട്ടായിരുന്നു, ഇതും കറപ്ഷന്റെ അഗേൻസ്റ്റ് ആയിട്ട് വരുമ്പോൾ ആ സ്പിരിറ്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. കറപ്ഷന്റെ അഗേൻസ്റ്റ് ആണ് രാഹുൽ ഗാന്ധി, മനസ്സിലായോ? അന്വേഷണ ഏജൻസികളല്ല തീരുമാനിക്കുന്നത്. അന്വേഷണ ഏജൻസികളല്ല തീരുമാനിക്കുന്നത് ഒരാൾ കറപ്റ്റ് ആണോ. കോടതികളാണ്. എഫക്ട് വേണമെന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പം, അതായത് കറപ്റ്റ് ആയിട്ടുള്ള ഒരാൾ വിത്ത് ഇമീഡിയറ്റ് എഫക്ട് സുപ്രീം കോടതി വേണമെന്ന് പറഞ്ഞപ്പം അതിന് ഓർഡിനൻസ് കൊണ്ടുവന്നു. അപ്പൊ ശ്രീ രാഹുൽ ഗാന്ധി അന്ന് അത് എതിർത്തു. അങ്ങനെ പാടില്ല, സുപ്രീം കോടതി പറയുന്നതാണ് ശരി. ആ ഒരു കൺവിക്ഷൻ ഉണ്ടെങ്കിൽ ഇമീഡിയറ്റ്ലി അത് റിസൈൻ അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈ ആവണമെന്ന് ശ്രീ രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞു. കൺവിക്ഷൻ കോടതി ശിക്ഷിച്ചു കഴിഞ്ഞു. ശരി, ഏതായാലും സുതാര്യവും സത്യസന്ധവും നീതിപൂർവവും അഴിമതിരഹിതവുമായ പൊതുപ്രവർത്തനവും ഭരണവും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടാകണം എന്ന കാര്യത്തിൽ ഒരു പൗരനും സംശയത്തിന് അല്ലെങ്കിൽ എതിർക്കാൻ സാധ്യതയില്ല. അതേസമയം തന്നെ രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെ നിർവീര്യമാക്കുന്ന, ആ ഭരണത്തെ അട്ടിമറിക്കാൻ പര്യാപ്തമാക്കുന്ന, അതൊരു ആയുധമാക്കി മാറാൻ പറ്റുന്ന ഒന്നായി ജനാധിപത്യത്തിൻ്റെ പേരിൽ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അത് നഖശികാന്തം എതിർക്കപ്പെടേണ്ടതാണ് എന്ന വാദം പ്രതിപക്ഷം ഉയർത്തുകയാണ്. കോടതിയിൽ അത് ചോദ്യം ചെയ്യപ്പെടും എന്ന് നിയമജ്ഞർ പറയുകയാണ്. ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ഒരു നിയമം ഈ നാട്ടിൽ കൊണ്ടുവരാൻ സർക്കാരിന് കഴിയുമോ? കാത്തിരുന്ന് കാണാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.